നമ്മൾ ന്യൂസ് പേപ്പർ എടുത്ത് നോക്കിയാൽ, വാർത്താ ചാനലുകൾ നോക്കിയാൽ കൂടുതലും കാണാൻ സാധിക്കുന്നത് സമീപകാലത്തായിട്ട് സങ്കടം തോന്നിപ്പിക്കുന്ന വാർത്തകളാണ്. ഇപ്പോൾ ഈ പത്രത്തിൽ തന്നെ ഫ്രണ്ട് പേജിൽ ലഹരിക്കെതിരെ യുദ്ധം, അശാന്തം പാകിസ്ഥാൻ, അജ്ഞാതർ ഭീകരനെ വെടിവെച്ചു കൊന്നു, പണം പിരിച്ച വിദ്യാർത്ഥി ലഹരി കേസിൽ പിടിയിൽ, വീണ്ടും ഭീകരാക്രമണം എന്ന് തുടങ്ങിയിട്ടുള്ള ഒരു ദിവസം രാവിലെ പ്രതീക്ഷയോട് കൂടിയിട്ട് നമ്മളൊരു വർത്തമാനപത്രം എടുത്ത് നോക്കിയാൽ അതിലെ ഭൂരിഭാഗം വാർത്തകളും ഇത്തരത്തിൽ വിഷമം തോന്നിപ്പിക്കുന്നതായിരിക്കെ കഴിഞ്ഞ ദിവസം മാതൃഭൂമി പത്രത്തിൻ്റെ ഫ്രണ്ട് പേജിൽ ഇത്തരം വാർത്തകളുടെ ചുവടെ വളരെ സന്തോഷം നൽകുന്നൊരു വാർത്ത കണ്ടു. യെസ് ക്വിസ് മീ ഗ്രാൻഡ് സന്തോഷം. അതായത് ലക്ഷ്യബോധമില്ലാതെ ലഹരിക്കടിമപ്പെട്ട് യുവതലമുറ വഴിതെറ്റുന്നു എന്ന് നമ്മൾ വിഷമിക്കുന്ന വിലപിക്കുന്ന സമയത്ത് തന്നെ ഒരു കൂട്ടം ചെറുപ്പക്കാർ, യുവാക്കൾ അറിവിൻ്റെ ലഹരി ആസ്വദിക്കുന്ന, വളരെ ലക്ഷ്യബോധത്തോടു കൂടി ജീവിതത്തെ കാണുന്നതിൻ്റെ തിളക്കമുള്ള വാർത്തയാണ്. അപ്പോൾ മാതൃഭൂമി സംഘടിപ്പിച്ച ഒരു ക്വിസ് മത്സരത്തെക്കുറിച്ചാണ് ഫ്രണ്ട് പേജിൽ കാണുന്ന ഈ വാർത്ത. അതിൽ കാണുന്ന ചെറുപ്പക്കാർക്കിടയിൽ എനിക്കേറെ പ്രിയപ്പെട്ട ഒരു സുഹൃത്ത്, സഹോദരൻ മൃദുൽ എം മഹേഷ് ഉണ്ട്. മൃദുൽ ഒരു ക്വിസ് മാസ്റ്ററാണ്. ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായിട്ട് മൃദുലുണ്ട്. ക്വിസ് മത്സരങ്ങളുടെ സംഘാടനത്തെക്കുറിച്ച്, അതിൻ്റെ അവതരണത്തെക്കുറിച്ച്, വായനാശീലത്തെക്കുറിച്ച്, വിജ്ഞാന സമ്പാദനത്തെക്കുറിച്ചൊക്കെ പ്രിയപ്പെട്ട മൃദുലിനോട് കൂടുതൽ ചോദിച്ചറിയാം. മൃദുൽ, നമസ്കാരം. നമസ്കാരം സാർ. അതെ, എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ? സുഖമായിട്ട് പോകുന്നു. ഈ വാർത്താ വിശേഷത്തിൽ തുടങ്ങാം. എന്താണ് മാതൃഭൂമിയുടെ ക്വിസുമായി ബന്ധപ്പെട്ട വിശേഷങ്ങൾ? മാതൃഭൂമിയുടെ കേരളത്തിലെ ഏറ്റവും വലിയൊരു കോളേജ് ക്വിസ് മത്സരമായിരുന്നു. ഓക്കെ, വലിയൊരു അനുഭവമായിരുന്നു. കാരണം 10 സോണുകളായിട്ടുള്ള കോളേജ് മത്സരം, അത് കഴിഞ്ഞ് 4 സെമി ഫൈനൽ, ഒരു ഫൈനൽ അടങ്ങുന്ന ഒരു വലിയ മത്സരമായിരുന്നു. നമ്മളെ ഞെട്ടിപ്പിക്കുന്ന തരത്തിലായിരുന്നു കുട്ടികളുടെ പ്രകടനം. അതാണ് ഏത് പ്രായപരിധിയുള്ള കുട്ടികൾ? കോളേജ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടായിരുന്നു മത്സരം. എവിടെ വെച്ചായിരുന്നു നടന്നത്? അത് 10 സോണുകൾ നടന്നത് ഓരോ കോളേജിലായിരുന്നു. പക്ഷേ ഇതിന്റെ ഷൂട്ട് നടന്നത് ഗോകുലം പാർക്കിൽ വെച്ചിട്ടായിരുന്നു, കൊച്ചിയിൽ, കലൂർ വെച്ചിട്ട്. 4 സെമി ഫൈനൽ, അതിൽ നിന്ന് വിജയിച്ച ഓരോ ടീമുകളെ വെച്ചുകൊണ്ടുള്ള ഒരു ഗംഭീര ഗ്രാൻഡ് ഫിനാലെ മത്സരം. അതാണ് ഗ്രാൻഡ് ഫിനാലെ എന്ന് പറയുന്നത്. മൃദുലിന്റെ റോൾ എന്താണ് ഇത്തരം മത്സരങ്ങളിൽ? അവിടെ എൻ്റെ റോള് ക്വിസ് മാസ്റ്റർ എന്നുള്ളതായിരുന്നു. പക്ഷെ ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ക്യുസീഷ്യൻ എന്ന് വിളിച്ചു കേൾക്കാനാണ്. മജീഷ്യൻ, മ്യൂസീഷ്യൻ എന്ന് പറയുന്നത് പോലെ ക്യുസീഷ്യൻ, അതായത് ഒരു എന്റർടൈനർ ആയിരിക്കണം ഒരു വിവരം നൽകുന്ന ആളെന്ന് വിചാരിക്കുന്ന ഒരു കൂട്ടത്തിലാണ് ഞാൻ. മൃദുലിന്റെ ഈ ക്വിസുമായിട്ടുള്ളൊരു അടുപ്പം, അതുമായി ബന്ധപ്പെട്ടൊരു പരിശീലനം ഏത് പ്രായം മുതലാണ് അങ്ങനെ ഒരു അഭിരുചി വളരുന്നത്? ആക്ച്വലി ഞാൻ 4ാം ക്ലാസ്സിലാണ് ആദ്യമായിട്ടൊരു മത്സരത്തിൽ പങ്കെടുക്കുന്നത്. അന്ന് കഷ്ടിച്ച് 1ാം സ്ഥാനം ലഭിച്ചു. പക്ഷെ അതൊരു എന്താ പറയുക, കൂടുതൽ വായിച്ചൊന്നും പോയതല്ല. പക്ഷെ 6ാം ക്ലാസ്സിൽ എത്തുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ടൊരു സബ് ജില്ലാതല മത്സരത്തിൽ പോകുന്നത്. അന്ന് പക്ഷെ ഭയങ്കര നിരാശാജനകമായിട്ടുള്ള ഒരു വിധിയായിരുന്നു വന്നത്. എനിക്ക് ഒരു മാർക്ക് പോലും സ്കോർ ചെയ്യാൻ പറ്റില്ല. ശരിക്കും ആ ഒരു വാശിയിൽ നിന്നാണ് എൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്നത്. പിന്നീട് മത്സരങ്ങളിലേക്ക് പോവുകയും ആദ്യമായിട്ട് ഞാൻ ജയിക്കുന്ന ഒരു മത്സരം എനിക്ക് ഓർമ്മയുണ്ട്. വായനാ മത്സരം എന്ന് പറയുന്ന ലൈബ്രറി കൗൺസിൽ നടത്തുന്ന ഒരു മത്സരമാണ്. അപ്പോൾ അതിലെനിക്കൊരു 3000 രൂപയുടെ ഒരു ക്യാഷ് പ്രൈസ് ആണെന്ന് ലഭിക്കുന്നത്, ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ. അപ്പോൾ ഒന്ന്, ഒരു പോക്കറ്റ് മണി ലഭിക്കുന്നു, 2 ഫ്രണ്ട്സിനെ ലഭിക്കുന്നു, കൂടുതൽ വായിക്കുന്നു. ഇങ്ങനെ ഒരുപാട് ഗുണങ്ങൾ കണ്ടപ്പോൾ എന്തുകൊണ്ട് ഇതൊരു ഒരു തൊഴിൽ പോലെ സ്വീകരിച്ചുകൂടാ എന്ന് തോന്നി. പിന്നീട് എന്നും രാവിലെ പത്രത്തിൽ ആദ്യം നോക്കുക എവിടെയെങ്കിലും ക്വിസ് ഉണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ നേരെ ക്വിസ് ഉണ്ടെങ്കിൽ നമുക്ക് എസ്കോട്ട് പോകുന്ന മാഷിനെ വിളിക്കും. എൻ്റെ കൂടെ പാർട്ട്ണറായിട്ടുള്ള ഒരാളുണ്ട്, ആളെ വിളിച്ച് യാത്രയാണ്. അങ്ങനെ കൂടുതൽ സ്ഥലത്ത് പോവും. അപ്പോൾ കൂടുതൽ ചോദ്യങ്ങൾ ലഭിക്കും. അതിനു വേണ്ടിയുള്ള പ്രിപ്പറേഷനിൽ കൂടുതൽ അറിവുകൾ ലഭിക്കുന്നു. മൃദുലിനെ പോലെയുള്ളവർ മാതൃകയാവുന്നതേ പ്രത്യേകിച്ചും പുതിയ കാലത്ത് ക്ഷമയോട് കൂടിയിട്ടൊരു പുസ്തകം വായിച്ചു തീർക്കാൻ, അല്ലെങ്കിൽ ദിവസവും പത്രം വായിക്കാൻ, ടെലിവിഷനിലുള്ള ന്യൂസ് ഫോളോ ചെയ്യാനൊക്കെ മടി തോന്നുന്ന വിധത്തിലുള്ള മനസ്സാണ് കൂടുതൽ പേർക്കും. അത് ഒരു വ്യക്തിയെ നമുക്ക് ചൂണ്ടിക്കാണിച്ച് കുറ്റം പറയുന്നത് ഒരു സാമൂഹികമായിട്ടുള്ളൊരു പുതിയ പ്രവണതയാണ്. ആളുകളുടെ ക്ഷമാശീലം വലിയ വിഷയമാണ്. ഈ ഫോണിലൊക്കെ നമ്മൾ നേരത്തെ ഒരു 5 മിനിറ്റിൻ്റെ വീഡിയോ ഉണ്ടെങ്കിൽ അത് മുഴുവൻ, ഒരു ടോക്ക് ഉണ്ടെങ്കിൽ കാണാൻ നമുക്കുണ്ടായിരുന്ന താല്പര്യം ഇന്ന് 1 മിനിറ്റിൽ 30 സെക്കൻഡുള്ള സ്റ്റാറ്റസ് റീൽസൊക്കെ പോലുള്ള ചുരുങ്ങിയ സമയത്തുള്ള കാഴ്ചകൾ കാണുന്നതിലേക്ക് നമ്മുടെ ബ്രെയിൻ അങ്ങനെ ലിമിറ്റ് ചെയ്യുമ്പോൾ ഒരു പുസ്തകം എടുത്ത് മുഴുവനായിട്ട് വായിക്കാനുള്ള ക്ഷമ പലർക്കും ഇല്ല. കുറേ പേര് ഇപ്പോഴും പുസ്തകങ്ങൾ വായിക്കണം. ഇപ്പം നമ്മൾ പുസ്തകമേളകളിൽ പോയി അവിടെ നല്ല പുസ്തക വിൽപ്പന നടക്കുന്നുണ്ട്, ബുക്ക് ഷോപ്പിൽ നടക്കുന്നുണ്ട്. അതിൻ്റെ കാരണം ഇഷ്ടപ്പെടുന്നവരിത് വായിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. എന്നിരുന്നാലും ആളുകളുടെ വായനയോടുള്ള ആഭിമുഖ്യം കുറഞ്ഞു പോയിട്ടുണ്ട്, പ്രത്യേകിച്ചും യുവാക്കളിൽ. അപ്പോൾ മൃദുൽ ഉൾപ്പെടെയുള്ളവർ കൃത്യമായിട്ട് വായനയെ, അതോടൊപ്പം ഇത്തരത്തിലുള്ള മത്സരങ്ങളെ വളരെ പ്രാധാന്യത്തോടെ കാണുന്നുള്ളത് വളരെ പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. അതായത് മൃദുല് ഇപ്പൊ മാതൃഭൂമിയുടെ പറഞ്ഞല്ലോ നമ്മൾ,
അങ്ങനെ ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ പ്രസ്ഥാനങ്ങൾ സംരംഭങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ക്വിസ് കോമ്പറ്റീഷൻസ് നമ്മൾ ഷോ എന്നുള്ള രീതിയിൽ റിയാലിറ്റി ഷോ ആയി നമ്മൾ ചെയ്തത് ഏഷ്യാനെറ്റ് വിസ്കിഡ് എന്ന് പറഞ്ഞ ഒരു റിയാലിറ്റി ഷോ ആയിരുന്നു. അതിൽ എനിക്ക് ലഭിച്ചൊരു ഭാഗ്യം എന്ന് പറയുന്നത് ശ്രീ ഗോപിനാഥ് മുതുകാട് സാറുമായിട്ട് അത് കോസ്റ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. ഇന്റർ സ്കൂൾ മത്സരമായിരുന്നു, സ്കൂൾ കുട്ടികൾ തമ്മിലുള്ള ഒരു മത്സരമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അത് മാത്രമല്ല PKMHSS എഡറിക്കോട് എന്ന് പറഞ്ഞ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കുട്ടികളെ പരീക്ഷ എഴുതിപ്പിക്കുന്ന ഒരു സ്കൂൾ മലപ്പുറത്താണ്, മലപ്പുറം എഡറിക്കോട്. അവിടെ വെച്ച് ഏതാണ്ട് 3200 കുട്ടികളെ ഇരുത്തിക്കൊണ്ട് ഒരൊറ്റ ക്വിസ് നടത്താൻ പറ്റി. അതും ഒരു വലിയൊരു ഭാഗ്യമാണ്. എനിക്ക് തോന്നുന്നു അതൊരു ഒരു റെക്കോർഡായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. കുട്ടികൾക്കും സ്റ്റുഡൻസിനും മാത്രമല്ല നമ്മൾ ചെയ്യുന്നത്, ഞാൻ സാധാരണക്കാരിലേക്ക് ഇത് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ വേദികൾ മാറ്റി ചായക്കടകളും അതുപോലെ തന്നെ ബീച്ചുകളും മാരേജ് ഫംഗ്ഷൻസും ഒക്കെയാണ് ഇപ്പോൾ വെനുകളായിട്ട് സ്വീകരിക്കുന്നത്. ആദ്യമായിട്ട് കേരളത്തിൽ മാരേജ് ക്വിസ് ചെയ്യുന്നത് ഞാനാണ്. അത് നമ്മുടെ RJ സൂര്യചേട്ടൻ്റെ ബിഗ് ബോസ് RJ സൂര്യചേട്ടൻ്റെ കല്യാണത്തിനാണ് ആദ്യത്തെ ഒരു മാരേജ് ക്വിസ് ചെയ്യുന്നത്. അതായത് ഇൻഫർമേഷൻസ് എന്റർടൈനിങ് ആയിട്ട് ഇൻഫർടൈൻമെന്റ് ആയിട്ട് കൊടുക്കുക എന്നത് നല്ല കാര്യമാണ്. അതെ. പിന്നെ ഏതൊക്കെയാണ് മുതൽ സംരംഭങ്ങൾ? മനോരമയ്ക്ക് വേണ്ടി IQ ചാമ്പ്യൻഷിപ്പ് എന്ന് പറയുന്നൊരു മത്സരം നടത്തിയിരുന്നു. അത് മലപ്പുറം ജില്ലയിലെ ഏറ്റവും മികച്ച സ്റ്റുഡൻസിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മത്സരം. അതിൻ്റെ ഒരു 30 ദിവസം ഓൺലൈനായിട്ട് എല്ലാവർക്കും മത്സരിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ഡിസൈൻ ചെയ്തെടുത്ത ഒരു ഷോ ആയിരുന്നു. കൂടാതെ ലുലുവിന് വേണ്ടി നമ്മൾ കപ്പിൾ ഷോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു കപ്പിൾ ഇൻഫർടൈൻമെൻറ്റ് ഷോ. 4 സെലിബ്രിറ്റി കപ്പിൾസിനെ വിളിച്ചുകൊണ്ടുള്ള ഒരു ഷോ ആയിരുന്നു. ഇൻഫ്ലുവൻസേഴ്സ് ആയിരുന്നു. അപ്പോൾ അവർക്കും മത്സരിക്കാം, എല്ലാവർക്കും മത്സരിക്കാം എന്നുള്ളൊരു പ്രതീതിയാണ് നമ്മൾ കൊടുക്കുന്നത്. കോട്ടക്കൽ ആര്യവൈദ്യശാലയിലെ എംപ്ലോയീസിന് വേണ്ടിയിട്ടൊരു മത്സരം നമ്മൾ ചെയ്തിരുന്നു. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഷോകളാണ് ഓരോ തവണയും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. മൃദുല വായനയുടെയും എഴുത്തിൻ്റെയും ലോകത്ത് വളരെ താല്പര്യത്തോടുകൂടി തുടരുന്നത് സന്തോഷം നൽകുന്ന കാര്യമാണ്. അങ്ങനെ തന്നെ തുടരുക. കാരണം ഹരിശ്രീ ക്രിയേഷൻസ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിൽ 2025 ജനുവരി 1 മുതൽ ഇന്ന് വരെയും ഇനി അങ്ങോട്ടും മുടക്കം കൂടാതെ കൃത്യമായിട്ട് ഓരോ ദിവസവും ഡേ ടു ഡേ അതാത് ദിവസങ്ങളിലെ സംഭവ വികാസങ്ങളെ, ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങളെ, പല പ്രശസ്തരുടെയും ജനന മരണങ്ങളെ ഒക്കെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിൽ ഉള്ളൊരു അവതരണം, ഡേ ടു ഡേ പ്രസന്റേഷൻ മൃദുൽ ചെയ്യുന്നുണ്ട്. മാത്രമല്ല അമൃത TV-യിൽ ഞാൻ ഡയറക്റ്റ് ചെയ്ത ഓർമ്മയിൽ എന്നും എന്ന ഒരു ടെലിവിഷൻ പ്രോഗ്രാം, അത് മൺമറഞ്ഞു പോയ അഭിനയ പ്രതിഭകളെ അനുസ്മരിക്കുന്ന പരിപാടിയാണ്. ആ പ്രോഗ്രാമിൻ്റെ റീസെൻ്റ് ആയിട്ടുള്ള കുറേയധികം എപ്പിസോഡുകളുടെ സ്ക്രിപ്റ്റ് ആൻഡ് റിസർച്ചിലും മൃദുൽ കൂടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള വായനയുടെ അക്ഷര സൗഹൃദത്തിൻ്റെ ലോകത്ത് ഇനിയും വിജയകരമായി തുടരുക. എല്ലാ താങ്ക് യു സർ. താങ്ക് യു.